ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇറച്ചി ചോറാണ്. അപ്പോൾ ഇറച്ചി ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അത്ര ടഫുള്ള കാര്യമല്ല. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 3 പച്ചമുളക് അരിഞ്ഞത്, 2 സവാള, 2 തക്കാളിയുമാണ് വേണ്ടത്. അപ്പോൾ സവാള 2 മീഡിയം സൈസായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്, പിന്നെ തക്കാളിയും 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ബോൺലെസ് പീസസ് എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികൾ എന്ന് പറയുമ്പോൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്നാലും കളർ ഉപയോഗിക്കുന്നതിൽ നല്ലതല്ലേ, നല്ല നാച്ചുറൽ കളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ഒരുപാട് എരിവൊന്നും വേണ്ട, അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പച്ചമുളക് ഉള്ളതുകൊണ്ട് നമുക്ക് കൈ നീറാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരുപാട് ടൈം മിക്സ് ചെയ്തെടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബീഫ് വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് വേവിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരിക, എന്നിട്ട് പിന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതൊരു 20 മിനിറ്റ് അങ്ങനെ വേവിക്കാം. അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ബീഫ് വെന്ത ശേഷം വേണം ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഒരു വലിയ പാത്രം തന്നെ എടുക്കുക. അപ്പോൾ അതായത് റൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു പാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കഷ്ണം കറുകപ്പട്ട, കുറച്ച് പെരിഞ്ചീരകം, ഒരു 4-5 ഏലക്കായ, പിന്നെ ഒരു 5-6 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ചെറിയ മണം വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇപ്പോൾ സവാള വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇപ്പോൾ ഇടരുത്, അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് മണമൊക്കെ കിട്ടും. അപ്പോൾ എപ്പോഴും മല്ലിയില അവൈലബിൾ ആവണമെന്നില്ല, എന്നാലും ഉണ്ടാക്കുമ്പോൾ ഇത് ഇടാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ വെള്ളം വാർന്ന ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ച് ചാറുണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത്, അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബീഫിൻ്റെ ചാറ് അളന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് അളന്ന് വെച്ചതാണ്. അപ്പോൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബീഫ് വേവിച്ച് ചാറ് കുറവാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കവർ ചെയ്യാം, എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതുപോലെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി സിമ്മിലിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെയും ബൈ.